അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ബുഷിയുടെ അവസ്ഥ അത് വളരെയധികം അജ്മലിനെ സങ്കടത്തിലഴ്ത്തി. ആ നിമിഷം തന്നെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാമിലിനെ വിളിക്കുന്നു. ഷാമിലിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അല്ലാ, അജ്മലാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്തൊക്കെയാടാ, സുഖല്ലേ? അൽഹംദുലില്ലാ, സുഖാണ്. ഷാമിലേ മോനെ, എടാ എൻ്റെ പെങ്ങളുടെ സ്ഥിതി നീ എന്തെങ്കിലും അറിഞ്ഞോ? എൻ്റെ പെങ്ങളുടെ അവസ്ഥ ഞാനവിടെ പോയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, പെങ്ങൾക്കെന്ന് പറയാൻ മാത്രം. അളിയനാണ് കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ളത്. വലിയ നോ പ്രോബ്ലം, ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒക്കെ റെഡി ആയിക്കോളും. ഷാമിൽ, നീ ഒന്ന് പോടാ, എൻ്റെ ഉമ്മാക്ക് അവിടെ ആരും ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് വരാമെന്ന് വെച്ചാൽ അത് അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സിനാനെന്ന് പേരുള്ള. അവനാണെങ്കിൽ അത് പറഞ്ഞു, നോ പ്രോബ്ലം, സമ്മതിക്കണമില്ല, വരേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എടാ ഷാമിൽ, നീ ഒന്ന് ചെല്ലടാ മോനെ, വേഗമൊന്ന്. എനിക്ക് ഒരു സമാധാനമല്ല. എന്നാൽ ഷാമിലിൻ്റെ അവസ്ഥ അതെ, ഒരിക്കൽ പോലും തന്നെ അങ്ങോട്ട് അടുപ്പിക്കുന്നേ ഇല്ല. അവനാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. വല്ലാത്ത അവസ്ഥയായിരുന്നു ഷാമിലിൻ്റേത്. അജ്മൽ, ഞാൻ പോയിക്കോളാം, കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷേ അവിടേക്ക് പ്രവേശനമാണ് പ്രശ്നം. അതായത് സിനാൻ തന്നെ മതി എല്ലാത്തിനും. സിനാൻ എന്ന് പറഞ്ഞാൽ അൻഷിഫിൻ്റെ കൂട്ടുകാരനാണ്. എന്നോട് സംസാരിക്കുകയും ചെയ്തു. ശരിയാണ്, നമുക്ക് അങ്ങനെയൊരു ആളെ ജീവിതത്തിൽ കിട്ടുക എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിക്ക് ഒരു സമാധാനമില്ല. എടാ ഷാമിലെ, നീ ഒന്ന് ചെല്ല് കേട്ടോ. എടാ, ഞാൻ പോയിക്കോളാം, നോ പ്രോബ്ലം. പക്ഷേ എനിക്കവിടെ നിൽക്കുവാനും അവർക്ക് എന്തെങ്കിലും കെയർ ചെയ്യുവാനും അനുവാദമില്ലെങ്കിലോ? നീ ചെല്ലടാ, കാരണം എനിക്ക് നിന്നോളം വിശ്വാസമുള്ള വേറെ ആരുമില്ല. എപ്പോഴും എനിക്ക് താങ്ങാൻ തണലായി നീ നിന്നിട്ടുള്ളൂ. ഞാൻ പോയിക്കോളാടാ, സാരല്ല. പിന്നെ അജ്മൽ, നീ വരുന്നുണ്ടോ? ഇവളിപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഞാൻ വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇവരെ അറബിയമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചാൽ പോരെ, നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. അറബിയമ്മ എങ്ങനെ വെച്ചാൽ. പക്ഷേ ഹംദ പറയുന്നത് ഞാനും കൂടി വരുന്നുണ്ടെന്നാ. ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല ഇഷ്യൂസൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ല, നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമല്ല, ഒക്കെ പഠിച്ചവൻ്റെ അടുത്താണ്. എന്നാൽ ഷാമിൽ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, നീ വരണ്ട, നീ വിഷമിക്കണ്ട കേട്ടോ. എന്നാൽ ഈ സമയം ഷാമിലിൻ്റെ വീട്ടിൽ ഉമ്മ അവൻക്ക് ചായയും കടിയും എല്ലാം എടുത്തു വെച്ച് കൊടുത്തു. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് സ്നേഹത്തോടെ. ഇപ്പോൾ പഴയ പോലെയല്ല, മാജിയുമ്മ ഒരിക്കലും മറഞ്ഞു നിൽക്കുന്നില്ല. എല്ലാ സത്യങ്ങളും ഉപ്പ മനസ്സിലാക്കിയപ്പോൾ അവരോട് പറഞ്ഞു, എൻ്റെ പൊന്നാര മക്കളെ, നിങ്ങൾ ഏതായാലും എന്നെ വല്ലാതെ അങ്ങോട്ട് പറ്റിച്ചല്ലോ. ഇത്രയും ദിവസം ഇതിനകത്ത് ഈ മാജിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ ഉപ്പ, അതെ, അത് അവരുടെ കാര്യമായിരുന്നു, ഒരിക്കൽ പോലും നിങ്ങളെ അറിയിക്കരുതെന്ന്. എന്തായാലും അൽഹംദുലില്ലാ, റാഹത്തോടു കൂടി ഉപ്പാക്ക് ഉമ്മയെ ലഭിച്ചല്ലോ. മക്കളെ, എൻ്റെ മക്കൾ തന്നെ നിങ്ങൾ. ശരിക്കും ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. മാജിയുമ്മ ഷാമിലിന് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം. മോനെ കഴിക്ക്, മോനെ കഴിക്കാഞ്ഞാൽ പിന്നെ എങ്ങനെ? ഉമ്മ, മതി എനിക്ക്. അല്ല മോനെ ഷാമിൽ, നീ എന്താ കഴിക്കാത്ത? നീ കഴിച്ചില്ലല്ലോ. ഇക്ക, എന്തോ ഓൻ്റെ മനസ്സിൽ കുടുങ്ങിക്കണ്. ഇങ്ങനെയൊന്നല്ലായിരുന്നു അവന്, എല്ലാത്തിനും ആക്റ്റീവായിരുന്നു. ഞാൻ ഇന്നലെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്. എന്തൊക്കെയുണ്ട് മോനെ, ഉമ്മാനോട് പറഞ്ഞുവിടാ നിനക്ക്? അതെ, ഒരു പെറ്റുമ്മയുടെ വേദനയോടെ അവർ ചോദിച്ചു. എന്നാൽ ഒരു നിമിഷം ആ ഉമ്മയോട് എന്ത് പറയണമെന്ന് ഷാമിൽ ആഗ്രഹിച്ചു പോയി. മോനെ, സത്യം പറ, മോൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മാനോട് പറഞ്ഞൂടെ? ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഉമ്മ കബറിന്ന് വന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ മതി. ഉപ്പാനോട് പറയാൻ മടിയാണെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? ഉമ്മ, ഒന്നുമില്ലമ്മ, അത് ഉമ്മ, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. മോനെ, എന്താ? ഉമ്മ, അത് ഒരു ആക്സിഡൻറ്റ് കേസ്, ഞാൻ പറഞ്ഞിരുന്നു ഉമ്മാനോട്. മോൻ, അത് എന്തായിടാ? കുഴപ്പമൊന്നുമില്ല, എന്നാലും ഉമ്മ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ മോനെ, പോയിക്കോളി. പിന്നെ ശ്രദ്ധിച്ച് പോണട്ടോ, കാറൊക്കെ എടുത്ത് പോകുമ്പോഴേ പതുക്കെ പോയാൽ മതി. പെരും മഴയാണ്, പിന്നെയെന്ന് വെച്ചാൽ നല്ല വഴുക്കലും ഒക്കെ ഉണ്ടാകും. സ്നേഹത്തോടെ ആ ഉമ്മ അത് പറയുമ്പോൾ ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ തിരിച്ചു കിട്ടിയ ഫീലായിരുന്നു ഷാമിലിനുണ്ടായിരുന്നത്.
മാജി ഉമ്മ അതെ പാവമാണ്, വളരെ നല്ല ഉമ്മയാണ്. അള്ളാഹു ഞങ്ങൾക്ക് കനിഞ്ഞരുളിയതാണ്. എൻ്റെ ഉപ്പയുടെ കാര്യത്തിലും ഇപ്പോൾ വളരെയധികം സക്സസ് ആണ്. ഉപ്പയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും നല്ല രീതിയിൽ ഉപ്പയെ പരിചരിക്കുന്നതും എല്ലാം കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു പോകാറുണ്ട്. പക്ഷേ എല്ലാം ശരിയായി വന്നപ്പോൾ മറുഭാഗത്ത് എനിക്കൊരു ദുഃഖമാണ് വരുന്നത്. എന്തെന്നറിയില്ല, എൻ്റെ ബുഷി. അതെ, ബുഷി എനിക്ക് വേണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അത് തെറ്റാണ്, ഞാൻ ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും തെറ്റായ രീതിയിലുള്ള ചിന്താഗതി തന്നെ നമ്മുടെ മനസ്സിന് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അൻഷിഫ്, അതെ, അവളുടെ ഭർത്താവുമായി അവൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നതാണ്. പക്ഷേ അതിനിടയിൽ മറ്റ് പല കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേ അത് മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കി. അല്ലാ റബ്ബേ. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഷാമിൽ പുറപ്പെട്ടു. അതിനിടയിലാണ് അവൻ ഓരോന്ന് ഓർക്കുന്നത്. വൈകാതെ തന്നെ അതാ ആ ഹോസ്പിറ്റലിൻ്റെ മുൻപിലേക്ക് അവനെത്തി. തീർച്ചയായും അത് ഉറപ്പില്ല, എന്താണ് സംഭവിക്കുക അറിയില്ല. പക്ഷെ അജ്മൽ എന്നെ ഏൽപ്പിച്ച കാര്യം എനിക്ക് പൂർത്തിയാക്കിയേ തീരൂ. അജ്മൽ എന്നോട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതാ ഹോസ്പിറ്റലിലേക്ക് അവൻ കടന്നു വരുന്നു. ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞു. അങ്ങനെ അതാ അവൻ ആ ഒരു ICUവിൻ്റെ മുൻപിലെത്തി. എന്നാൽ അതാ ഉമ്മ ഷാമിലിനെ കണ്ടു. ഷാമിലിനെ കണ്ടപ്പോൾ ഉമ്മ മുഖം തിരിച്ചു. എന്തു പറ്റി ഉമ്മ? ഉമ്മ, അജ്മൽ വിളിച്ചിരുന്നു എന്നോട് കുറച്ച് കാര്യങ്ങൾ. എന്നാൽ ഉമ്മ ഒന്നും മിണ്ടിയില്ല. ഉമ്മ വേഗം ആ റൂമിനകത്തേക്ക് കയറി അങ്ങ് വാതിലടച്ചു. എന്നല്ലാതെ ഒരിക്കൽ പോലും അവനെ പരിഗണിക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തില്ല. എന്നാൽ ഷാമില് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഉമ്മ ഇങ്ങനെയല്ലായിരുന്നു. സ്വന്തം മോനെ പോലെ, അജ്മലിനെ പോലെ എന്നെ കണ്ടിരുന്നു. എല്ലാ കാര്യത്തിനും ഒരുപാട് ഹെൽപ്പൊക്കെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാം ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. അജ്മൽ എന്നെ ഏൽപ്പിച്ചതായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ നേരിടുകയാണെങ്കിൽ നീ വേണട്ടോ അവരുടെ കൂടെ, എല്ലാത്തിനും എനിക്ക് പകരമായി നീ നിൽക്കണട്ടോ മോനെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ശരിക്കും എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചിരുന്നത്. അതിനനുസരിച്ച് ഷാമിൽ തന്നെ ഒരുപാട് ഉപകാരങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞതല്ലേ. അതെ, തൻ്റെ പെങ്ങളുടെയും ഉമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അവനെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഉമ്മ മുഖം കനപ്പിച്ചിരിക്കുന്നു. ഉമ്മ മുഖം തിരിച്ചിരിക്കുന്നു. ഒരു നിമിഷം ഷാമിൽ വല്ലാതെ വിഷമിച്ചു പോയി, വല്ലാതെ വിതുമ്പിപ്പോയി. എന്നാൽ അതിനിടയിൽ എന്തൊക്കെയോ ഇവിടെ നടന്നിരിക്കുന്നു. ആ രാത്രിയിൽ ശരിക്കും സിനാനെ ഉമ്മാക്ക് നല്ല രീതിയിൽ വേദം മോദി കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. ഷാമിലിന് മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. ഉമ്മ. അവൻ വീണ്ടും അതാ സിസ്റ്ററോട് പറഞ്ഞു, അതെ ബുഷ്റയുടെ കൂടെ നിൽക്കുന്ന ഉമ്മയെ വിളിക്കുമോ, അവരുടെ ഉമ്മയെ. സിസ്റ്റർ അകത്തേക്ക് ചെന്നു. അതെ ഉമ്മ, പിന്നെ നിങ്ങളൊരാൾ വിളിക്കുന്നുണ്ട്, ഒന്ന് ചെന്ന് നോക്കിക്കേ. അതെ, അവനോട് പോകാൻ പറ. എന്നാൽ സിസ്റ്റർ പറഞ്ഞു, അതെ അവർ സംസാരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു, പിന്നെ വരൂ കേട്ടോ. എന്നാൽ ഷാമിലിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. തന്നെ നല്ല രീതിയിൽ അതാ എന്തൊക്കെയോ പറഞ്ഞ് ഉമ്മയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് അതാ അതുവഴി ഡോക്ടർ സിനാൻ വരുന്നു. ആ എന്തെവിടെ? എന്തെവിടെ? ഞാൻ അജ്മൽ പറഞ്ഞിട്ടാണ് വന്നത്. അവനെന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താടോ ഇത്? ഇവിടെ ഒരു ഹോസ്പിറ്റലല്ലേ, തീരെ ഒരു കോമൺ സെൻസ് ഇല്ല നിങ്ങൾക്കൊന്നും. നിങ്ങളെന്താ ഇങ്ങനെ? എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തത്? അവിടെ നിങ്ങളുടെ ശല്യം കൊണ്ട് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. എന്തിനാണ് ഒരു വ്യക്തിയുടെ ജീവൻ വെറുതെ നിങ്ങൾ കളയുന്നത്? അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഒരിക്കലും ആ നിങ്ങളുടെ ഭാര്യയോ സഹോദരിയോ അല്ല, പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നത്? പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ബുദ്ധിയിൽമ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നോ പ്രോബ്ലം, എനിക്കൊന്നും പ്രശ്നമല്ല എന്നും പറഞ്ഞുകൊണ്ട് അതാ സിനാൻ അകത്തേക്കങ്ങ് പ്രവേശിച്ചു. അത് ബുഷിയുടെ റൂമിലേക്ക് സിനാൻ കയറുമ്പോൾ അവൻ്റെ നെഞ്ച് പിടയുമായിരുന്നു. അല്ലാ പാവം ആ പെണ്ണ് ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴേ, റബ്ബേ അല്ലാ, ഇല്ല റബ്ബേ, അവൻ്റെ ലക്ഷ്യം വേറെയാണ്, എനിക്ക് നന്നായിട്ടറിയാം. ഉമ്മയോട് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ തീരൂ, അല്ലാതെ ഒരിക്കലും ശരിയാവില്ല. എന്നാൽ വീണ്ടും അതാ സിസ്റ്ററെ വിളിക്കുന്നു. സിസ്റ്റർ, അവരൊന്ന് വിളിക്കുമോ? എനിക്കൊരു അത്യാവശ്യ കാര്യം. ഹലോ, ആ പിന്നെ നിങ്ങൾ വിളിക്കുന്നുണ്ട്. എന്നാൽ ഉമ്മ ദേഷ്യത്തോടു കൂടിയാണ് ഇത്തവണ പുറത്തേക്ക് വന്നത്. എന്താടാ? എന്താ?
ഉമ്മ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണാവോ? ഉമ്മ, അജ്മൽ എന്നെ വിളിച്ചിരുന്നു. എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ കാര്യം ബുഷിയുടെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ. ഇതുവരേക്കും എന്നെയായിരുന്നു അവളെ ഏൽപ്പിച്ചത്. അപ്പോൾ ഉമ്മ, എനിക്ക് സിനാനെ കുറിച്ച് കുറച്ചധികം എനിക്ക് പറയാനുണ്ട്. അതായത് സിനാൻ ഡോക്ടർ അത്ര നല്ലതല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആ ഒരു സ്നേഹം അത് വെറും കപടമാണ്. എടാ ഷാമിലെ, ഇജ് എന്ത് കണ്ടിട്ട് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിക്കണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാന്നേ. ദയവായി ഒന്ന് പോയി തരുമോ? എൻ്റെ മോളുടെ ജീവിതം വെച്ചാണ് ഈ കളിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇജ് ഇങ്ങനെ കളിക്കുന്നത്? എൻ്റെ മോളുടെ ജീവൻ എന്തിനാ എനിക്ക്? എനിക്ക് ഞാൻ കല്യാണം കഴിച്ച് തന്നിക്കണമെങ്കിൽ ഓക്കെ, നിക്കാഹ് കഴിച്ച് തന്നിക്കണമെങ്കിൽ ഓക്കെ. അതൊന്നുമല്ല. ഓള് ജീവിച്ചോട്ടെ. എന്തിനാണ് ഇജ് ഓളെ ശല്യപ്പെടുത്താൻ നിൽക്കുന്നത്? ഓൾ അൻഷിഫിൻ്റെ കൂടെ ജീവിച്ചോട്ടെ, അതാണ് നല്ലത്. ദയവായി ഇജ് കുടുംബം കലക്കല്ലേ. അതിൻ്റെ ഇടയിൽ ഈ എന്ത് കാര്യത്തിനാണ് കയറി വരുന്നത്? ഞാൻ അജ്മലിനോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അവൻ എന്തിൻ്റെ കേടാതെ? എന്തിനാ അന്നെ നിർത്തുന്നത്? ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പോരാത്ത ഡോക്ടർമാരും ഉണ്ട്. ഇജ് എന്തിനാ? എന്തെങ്കിലും റിലേഷൻ ഉണ്ട്, കുഴപ്പമില്ല. ഇതിപ്പോൾ എന്തായാലും കൂട്ടുകാരൻ്റെ ഫ്രണ്ട് അല്ലേ, നിങ്ങൾ ഫാമിലി ഒന്നല്ലല്ലോ. ദയവായി ഷാമിൽ, ഞാൻ എന്നോട് അപേക്ഷിക്കണം, ഇജ് ദയവായി എൻ്റെ മോളെ കാണാഞ്ഞ് വരരുത്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് എന്താ അതുകൊണ്ട് കിട്ടാൻ? എന്തിനാണ് ഇജ് കുടുംബം കലക്കണത്? ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ദയവായി ശല്യപ്പെടുത്തരുത്. ഞങ്ങളങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ. എന്തിനാ അങ്ങനെ ഇട്ട് ഇടങ്ങാറാക്കണത്? അന്നെ ഒരു കാലത്ത് ശരിയാണ്, എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വിചാരിച്ചു. നിങ്ങളായിട്ട് ഇന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. പക്ഷേ വീണ്ടും നീ ഇങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് വന്നാലോ? പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ എന്തിനാ ബുഷിൻ്റെ വീട്ടിലൊക്കെ പോയത്? വീട്ടിക്കോ? ഞാനോ? ഞാൻ ഒരിക്കലും ഇല്ല. പിന്നെ എന്തിനാ ജോൾക്ക് മെസ്സേജ് അയക്കണേ, ചാറ്റ് ചെയ്യണത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? എല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. എനിക്കെല്ലാം കാണിച്ചു തന്നു സിനാൻ ഡോക്ടർ. എന്തിനാണ് നിങ്ങൾ പിന്നെ എങ്ങനെ അവൻ്റെ നിയന്ത്രണം തെറ്റാതിരിക്കുമോ? നീ മെസ്സേജ് അയച്ച സമയത്ത്, നീ വിളിച്ച സമയത്ത് അവൻ്റെ കൺട്രോൾ പോയതാന്നാണ് പറഞ്ഞു കേട്ടത്. അവർ ജീവിച്ചോട്ടെ. ഉമ്മ, അതല്ല. അതായത് മക്കൾ ഉണ്ടാവില്ല. മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ മക്കൾ ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇജ് ദയവായി അവരെ ജീവിതം കുളം തോണ്ടല്ലേ. മനസ്സിലായല്ലോ? എനിക്ക് എൻ്റെ മുന്നേക്ക് ഇജ് വരണ്ട. എൻ്റെ കുട്ടിയെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, പൊരുത്തല്ല എനിക്ക്. ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന്. മനുഷ്യനെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. എന്ത് കാര്യത്തിനാ? ഉമ്മ, ഞാൻ അജ്മൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ഒരിക്കലും. ശരിക്കും അതാ ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് ഉമ്മ എന്നെ വെറുത്തിരിക്കുന്നു അങ്ങേയറ്റം. ഉമ്മ വേണ്ട. ആരുമ്മ? ഉമ്മ, ഞാൻ ഒരിക്കലും അങ്ങനെ. ആരുമ്മ? ആരാടാ എൻ്റെ ഉമ്മ? എൻ്റെ ഉമ്മ ഖബറിലെത്തിക്കണ്, അല്ലാതെ ഞാനല്ല എൻ്റെ ഉമ്മ. ദയവ് ചെയ്ത് നിന്നെ ഉമ്മയെ വിളിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഒരു ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് വരിക. ഉമ്മ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്നെ. എന്ത് തെറ്റിദ്ധാരണ? ഉമ്മ, സിനാനെ സൂക്ഷിക്കണം, അവനൊരിക്കലും. എന്നാൽ സിനാൻ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. എന്താ പ്രശ്നം മോനെ? ഇവനോട് എത്ര വലിഞ്ഞു കയറി വരരുതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ സിനാൻ പറഞ്ഞു, ഉമ്മ അവന് സ്നേഹം കൊണ്ട് വരികയല്ലേ, നിങ്ങളുമായിട്ട് അത്ര ബന്ധമല്ലേ, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കല്യാണം കഴിഞ്ഞാൽ പഴയ ബന്ധമായിട്ട് നടക്കണ ഒട്ടും ശരിയല്ല. അതൊക്കെ കുടുംബ ബന്ധം കലക്കണ ഏർപ്പാടാണ് അവൻ ചെയ്യുന്നത്. ഞാൻ ഇവനോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ അജ്മലിനോട്. ഉമ്മ, ഞാൻ അജ്മൽ പറഞ്ഞിട്ടാണ്. എനിക്കറിയാം ജോനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. എന്താന്നില്ലേ? ദയവായി നിൻ്റെ ബുഷിനെ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പോണ വൈക്ക് പോയിക്കോ. ഇജ്ജ് ഇങ്ങോട്ട് കാല് കുത്തിയിട്ടുണ്ട്, ഞാൻ കാണിച്ചില്ല, പോലീസിനെ വിളിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഷാമിൽ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു പോയി. ഇല്ല, എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കൽ പോലും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്താടോ, എന്തിനാണ് ഇങ്ങനെ ചീത്ത കേൾക്കാൻ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്? ഉളുപ്പില്ലേ? ലേശം ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമോ? ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഷാമിൽ ഞെട്ടി. ഉളുപ്പ് ഇല്ലാത്തത് എനിക്കല്ല, തനിക്കാടോ, തനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അതാ ഹോസ്പിറ്റലിൽ നിന്ന് ഷാമിൽ ഇറങ്ങുന്നു വിതുമ്പുന്ന മനസ്സോടെ. എന്നാൽ ഈ സമയം സിനാന് അത് തീരെ പിടിച്ചില്ല. ഉമ്മ സൂക്ഷിക്കണം, നിങ്ങളുടെ മകളുടെ ഭാവി അവൻ കണ്ണു വെച്ചിരിക്കുകയാണ്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഒന്നുമില്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളല്ലേ. അവൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റ് വരെ സംഭവിച്ചത്. അത് അവൻ്റെ ആ മെസ്സേജും കാര്യങ്ങളും അവൾക്ക് അയക്കുമ്പോൾ അവളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും.
പിന്നെ അൻഷിഫ് എന്ന് പറഞ്ഞാലേ സാധാരണത്തെ രീതിയിൽ നല്ല പണക്കാരനാണ്. പറഞ്ഞിട്ടെന്താ, അവന് ഒരു കുഞ്ഞില്ലാത്ത പ്രശ്നം എന്ന് വെച്ചാൽ അതൊരിക്കലും ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ ഒരു അവസ്ഥ അവൻ്റെത് ഇപ്പോൾ പരിതാപകരമായിരിക്കുന്നു ഉമ്മ. ഒരിക്കൽ പോലും അവൻ അടുപ്പിക്കാൻ പാടില്ല. കണ്ടോടം വെച്ച് ആട്ടി വിടണം. മനസ്സിലായല്ലോ? അജ്മലിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കെ കാര്യങ്ങൾ. അവനറിയില്ല, പൊട്ടനാണ് അവന്, പൊട്ടൻ. അതെ, ഇവൻ ഇങ്ങനത്തെ ഈ കഴുകന്മാർ ചുറ്റിപ്പറ്റി നിൽക്കുന്നതേ ആദ്യത്തെ പഴയ കാമുകിയെ സ്വന്തമാക്കാനാണ്. അൻഷിഫ് ഈ രൂപത്തിലാകാനും കാരണം അവളാണ്. അവളുടെ ചിന്തകൾ മാറി മറിഞ്ഞു. അതെ, അവന് മെസ്സേജ് അയക്കലും വിളിയും കോളും ഒക്കെ ആയിട്ട് ഇവനത് കാണാനിടയായി. അതിനിടയിലാണ് ഇവൻ്റെ ശ്രദ്ധ മാറി ലോറിക്കകടിയിലേക്ക് പോയത് ഉമ്മ. അതെ, അവനെ കൊന്ന് ഇവിടെ സ്വന്തമാക്കാനാണ് അവൻ്റെ പ്ലാനിങ്. എന്നിട്ട് അവനിങ്ങനെ വന്നിരിക്കുക. ഒരിക്കൽ പോലും ഉമ്മ വിട്ട് കൊടുക്കരുത്, ഒരിക്കൽ പോലും അതിന് സമ്മതിക്കരുത്. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കളുടെ ഭാവി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ അൻഷിഫിൻ്റെ സ്ഥിതിഗതികൾ മോശമാണ്. പക്ഷേ എങ്കിലും ബുഷിയെ സംരക്ഷിക്കലേ നമ്മുടെ കടമയാണ്. അല്ലാതെ ഇങ്ങനെ വരുന്ന ഈ അലവലാദികൾക്ക് വിട്ടുകൊടുക്കാനേ പാടില്ല. അവൻ ആരല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ശരിയാണ്, വിവാഹത്തിൻ്റെ മുമ്പ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ് എന്ന് കരുതി ഇത്രയധികം അമിത സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതിനല്ല ഉമ്മ. അതെ, എങ്ങനെയെങ്കിലും ഇവിടെ കയറി കൂടി അവളെ സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യം. ഒരിക്കലും അടുപ്പിക്കരുത് മോനെ. ഏതായാലും ഈ ഇതൊക്കെ പറഞ്ഞു തന്നതും വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇപ്പോൾ ഇത്. കാരണം അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാകലുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏതായാലും അജ്മലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. അപ്പോൾ തന്നെ ഉമ്മ അജ്മലിനെ വിളിക്കുന്നു. ഹലോ. ആ ഉമ്മ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇനി ഷാമിലിനോട് പറഞ്ഞോണ്ട്. ഷാമിലെല്ലാം ഞാൻ അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവനെ പറഞ്ഞു വെച്ചിനോട് എത്തിയില്ലോനെ. എൻ്റെ പൊന്നാരൻ്റെ അജ്മലേ, ഈ ആണ് ഈ തീക്കളിൻ്റെ അടിയിലല്ലേ? എന്ത് ഉമ്മ, എന്ത് പ്രശ്നം? പൊന്നാര അജ്മൽ, എന്ത് കരുതിയിട്ട് ജോനങ്ങോട്ട് പറഞ്ഞു വിട്ടത്? കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ സംഭവം തന്നെ ഇവനും അവളും മെസ്സേജ് അയച്ചിട്ടാണത്രേ. പഴയ കാലത്ത് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അത് തുടരാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് എന്ത് കാര്യത്തിന് ഓനങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഒരിക്കലും ഓനെ പറഞ്ഞു വിടാൻ പാടില്ല. എന്താ നീ ഇപ്പം ഇങ്ങനെ? ഇപ്പം പറഞ്ഞ് കേട്ടേ കണ്ടില്ല. ഒരു മെസ്സേജ് അയച്ച് കാറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കില്ല. അത് അൻഷിഫ് കാണാൻ ഇട വന്നു. അവൻ്റെ നിയന്ത്രണം കൺട്രോൾ തെറ്റി. ഇതിൻ്റെ പേരിൽ പല തല്ലും കൂടി ഉണ്ടാക്കണല്ലോ അവിടെ പെരിയിൽ. നല്ലോണം പ്രശ്നം ഉണ്ടാക്കണല്ലോ. നല്ല ചൂരിലൊക്കെ കയറ്റി ഓളെ മേത്ത് അടയാളമൊക്കെ ഉണ്ട്. ഒക്കെ അടിച്ചതാണല്ലോ ഓനെ. അതൊക്കെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഉണ്ടായതാണല്ലോ. എന്തിനാ എൻ്റെ പൊന്നാരൻ്റെ അജ്മലെ ഇങ്ങനെ കാട്ടിയത്? ഓനായിട്ടുള്ള ബന്ധം തന്നെ വേണ്ട. ശരിക്കും അജ്മൽ ഞെട്ടിപ്പോയി. ഉമ്മ, അത് അവനൊരിക്കലും അങ്ങനെ എന്തില്ല. ഒന്ന് നോക്ക്, ആ പെണ്ണിൻ്റെ മേത്തൊക്കെ അടിയുടെ പാടുകളോ അതും ഇതൊക്കെ ഉണ്ട്. ഓല മറച്ചു വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ സംഭവം ഇതാണല്ലോ, ഈ ഒരു ഉള്ളിൽക്കൂടെയുള്ള ഈ പ്രശ്നം. ഓനിങ്ങനെ ഇടക്കും തലക്കും മെസ്സേജ് അയക്കലും പോക്കൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ ഡോക്ടർ പറഞ്ഞാണ് അതിങ്ങനെയൊക്കെ സംഭവം എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളത്. പോക്കും വരും എന്നൊക്കെ എനിക്ക് ആകെപ്പാട് ടെൻഷനായിപ്പോയി. ആ ചെക്കനെ ഞാൻ അടുപ്പിക്കേ ചെയ്യരുത്. ഷാമിലിനെ, കള്ള ഷാമിൽ. അവൻ ഇങ്ങോട്ട് വരട്ടെ. ഇജെങ്ങാനും അവനോട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം. ഞാൻ ഇവിടെ നല്ലോണം പറഞ്ഞു വിട്ടു. ദയവാജിൻ്റെ പെണ്ണിൻ്റെ ഭാവി നശിപ്പിക്കരുത്, ഇതല്ല എൻ്റെ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞ് വിട്ടു. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഷാമിലിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഓരോ അത്രക്കാരൻ അല്ലല്ലേ? ആയിക്കോട്ടെടാ, എൻ്റെ മോൾക്ക് എന്ത് പറ്റിയാലും എനിക്ക് പ്രശ്നമില്ലല്ലോ. പഴയ ഒരു കാലത്ത് ബന്ധം ഉണ്ടെന്ന് കരുതിയിട്ട് പിന്നെയും കല്യാണം കഴിഞ്ഞോലെ പിന്നെയും ശല്യപ്പെടുത്തില്ല. ഓനും ഓളും എന്തൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നാണ് പറഞ്ഞ് കേട്ടത് എല്ലതും. ഏതായാലും സിനാനൊക്കെ എന്നോട് പറഞ്ഞു. ഏതായാലും ഇനിയൊരു കരുതൽ വേണം കേട്ടോ. ഇജ്ജ് ഓനായിട്ടുള്ള ബന്ധം കൊണ്ട് ഒഴിവായിക്കോ. എനിക്കത് ഇഷ്ടമല്ല ഒരിക്കലും. ഇജെന്തായാലും ആ ബന്ധത്തിന് കൂട്ട് നിൽക്കരുത്. ഓനോണ്ട് ബ്ലോക്ക് ചെയ്താളോ, അവൻ വിളിക്കുമായിരിക്കും എന്നെ. ബ്ലോക്ക് ചെയ്താളാ. എനിക്ക് ആ തമ്മിൽ ഇഷ്ടം തന്നെയല്ല. ഞാൻ ഓനെ പറഞ്ഞു ഉളുപ്പില്ലല്ലോ എനിക്ക് ഇങ്ങോട്ട് കയറി വാ. ദയവായി ഞങ്ങളെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറഞ്ഞൊക്കെ വിട്ടേക്കണ്. ശരിക്കും അജ്മലിനത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം. എന്നാലും ഷാമില് ബുഷിയോട് എപ്പോഴും ബന്ധമോ? ആ പഴയ ബന്ധം ശരിയാണ്, അന്നുണ്ടായിരുന്നു. കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ വീണ്ടും ആ ബന്ധം തുടരുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒരു നിമിഷം അജ്മലിനും വല്ലാത്തൊരു വിഷമം തോന്നി. ഷാമിലിനെ ഞാൻ എത്ര വിശ്വസിച്ചതായിരുന്നു. അവൻ എൻ്റെ പെങ്ങളെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാൽ ആ നിമിഷം തന്നെ ഷാമിലിനെ അതാ അജ്മൽ വിളിക്കുന്നു. ഹലോ, എന്താ ഷാമിലെ, ഇത്രക്ക് മോശമെന്ന് ഞാൻ കരുതിയില്ലട്ടോ. ഞാൻ ഇന്നെൻ്റെ കൂടപ്പുറപ്പിൻ്റെ പോലെയല്ല എന്നെ കരുതിയത്. നീ എന്താ ഇങ്ങനെ?
നീ എന്തിനാ ബുഷിക്ക് മെസ്സേജ് അയക്കലും കോളൊക്കെ ചെയ്യുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ? അവർ ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ. എന്തിനാണ് നീ ഞാൻ നിന്നെ അത്രക്കും ഇഷ്ടം കൊണ്ടായിരുന്നു ഞാൻ നിന്നോടൊക്കെ പറഞ്ഞത്. എല്ലാം അറിഞ്ഞു ഷാമിൽ. ദയവായി ഞാനും ഇയും തമ്മിലൊരു ബന്ധമില്ല. എൻ്റെ പെങ്ങളെ ഭാവി ജീവിതം നീ നശിപ്പിക്കരുത് ദയവായി. ഒരിക്കൽ പോലും നീ ഇടങ്ങാറുണ്ടാക്കല്ലേ. എന്തിനാടാ ഞങ്ങൾ ജീവിതം തകർത്തിട്ട് എനിക്ക്? അത് അജ്മൽ, ഞാനൊരിക്കലും അങ്ങനെയല്ല. പിന്നെന്താ? എന്തിനാ നീ അവൾക്ക് മെസ്സേജ് അയച്ചത്? എന്ത് കാര്യത്തിനാണ്? നിങ്ങൾക്കെന്താ ഇപ്പോഴും ബന്ധമുണ്ട്? നിനക്ക് അന്നേനാണ് കെട്ടിക്കൂടായിരുന്നു. നീ എന്നല്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? അന്ന് എത്രയോ ആഗ്രഹിച്ചതായിരുന്നു എൻ്റെ പെങ്ങള്. പക്ഷെ നീ ആയിട്ടല്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. അത് ഞാൻ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ. എന്നിട്ടിപ്പോൾ കല്യാണം കഴിഞ്ഞ പെണ്ണിന് മെസ്സേജ് അയക്കാൻ നാണമില്ലല്ലോ ഷാമിൽ നിനക്ക്? അജ്മൽ ശരിക്കും സങ്കടവും ദേഷ്യം കൊണ്ട് അതാ ഷാമിലിനെ നന്നായി ചീത്ത പറഞ്ഞു. ഷാമിൽ വിങ്ങിപ്പൊട്ടി. അതെ, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇവിടെ സിനാൻ വിജയിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലെല്ലാം ആ സിനാനാണ്. അവൻ്റെ മനസ്സിൽ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അതെ, നമ്മുടെ ഷാമിലിൻ്റെ സ്ഥിതി ഇനി എന്തായിത്തീരും? ഉമ്മ പറഞ്ഞ വാക്ക്, ദയവായി എൻ്റെ ബുഷിയെ മോളെ കാണുന്ന എനിക്ക് പൊരുത്തല്ല, നോക്കിക്കോ എന്ന് പറഞ്ഞ് ആ ഉമ്മ പറഞ്ഞതും എല്ലാവരും കൂടി പറഞ്ഞതും അവൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു പോയിരുന്നു. ഷാമിൽ ഒരു നിമിഷം അതാ നേരെ പോയത് അവൻ പള്ളിക്കാട്ടിലേക്കായിരുന്നു. പള്ളിക്കാട്ടിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിനരികിലേക്ക് പോയി പൊട്ടി പൊട്ടി കരഞ്ഞു. ഉമ്മ, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കണം ഉമ്മ. ഉമ്മ, എനിക്കാരുമില്ല ഉമ്മ. എന്നാൽ അതിനിടയിൽ അതാ അജ്മൽ നേരെ ഉമ്മയെ വിളിച്ചു. ഉമ്മ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഓൻ്റെ ഉപ്പാനോട്, അതായത് മോനെ മര്യാദക്ക് നിർത്താൻ. കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കലും കോൾ ചെയ്യലും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ, മോനെ ഇനിയിപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇനി വരൂലേ ഇക്കാരം. അല്ലമ്മ, എനിക്ക് എൻ്റെ നെഞ്ചിനാണ് കൊണ്ടത്. ഞാൻ അത്രക്കും വിശ്വസിച്ച് എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ചതിക്കൊന്ന്. എന്താ ചെയ്യുക, ഓരോരുത്തരും അതിനായിട്ട് ഇറങ്ങി തിരിക്കല്ലേ. ഓരോരുത്തരും ഓരോ ജീവിതം കുളം തോണ്ടണം, അതൊക്കെ തന്നെ അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ. ശരിക്കും ഷാമിലുമായുള്ള ആ ഒരു ബന്ധം അതവിടെ മുറിഞ്ഞു പോകുന്നത് പോലെ അജ്മലിന് തോന്നി. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം ഒന്നുമല്ല. ഞാൻ ഇത്രക്കും സ്നേഹിച്ച, ഇത്രക്കും വിശ്വസിച്ച ഒരാൾ എൻ്റെ കുടുംബത്തിനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും അജ്മലും വിങ്ങിപ്പൊട്ടി. ഹംദ പറഞ്ഞു, ഇക്ക എന്ത് പറ്റി? നിങ്ങൾ എന്താ കുറേ നേരമായില്ല ഫോൺ കോളും കാര്യങ്ങളൊക്കെ ആയിട്ട്? ഒന്നുമില്ലടി, നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ വഞ്ചിക്കുമ്പോൾ അതിൻ്റെ വേദന എത്രമാത്രം ഉണ്ടാവും. ഇക്കാരങ്ങളെ വഞ്ചിച്ചത് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ വിശ്വസിച്ചവർ എന്നെ വഞ്ചിച്ചു. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ശരിക്കും അജ്മൽ വിങ്ങിപ്പൊട്ടി. എന്നാൽ ഈ സമയം ഷാമിൽ അവൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു. ഇനി ഒരിക്കൽ പോലും ഈ നാട്ടിൽ നിൽക്കുന്നത് നല്ലതല്ല. തന്നെ അവനൊരു കള്ളനാക്കി മാറ്റിയിരുന്നു, വഞ്ചകനാക്കി മാറ്റിയിരിക്കുന്നു. ഒരു നിമിഷം തൻ്റെ ഉപ്പയോടെങ്ങാനും വിളിച്ചു പറയുമോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിമിഷം അതാ ഉപ്പക്ക് വിളിക്കുന്നു അജ്മൽ നേരിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.